ശ്രീ അരുൺകുമാർ ഇന്നലെ ഈ ചർച്ചയിൽ ചോദിച്ച ഒരു ചോദ്യം മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതായിരുന്നു. അത് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് വേണ്ടിയാണ് എന്ന് തോന്നുകയാണ്. മുൻ ദേവസ്വം മന്ത്രി SIT-യാൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്തെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, നിങ്ങളുടെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ, 3 CPM-കാർ ഇപ്പോൾ അഴിയെണ്ണുകയാണ്. 4ാമത്തെ ആളായി ആര് വരുമെന്ന ചങ്കിടിപ്പുണ്ടോ ശ്രീ അരുൺകുമാർ? നിങ്ങളോട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല ഘട്ടത്തിൽ പറഞ്ഞല്ലോ, അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ, സമാന്തരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും വിചാരണയൊന്നും മാധ്യമങ്ങളും മറ്റാരും നടത്തേണ്ടതില്ലെന്ന് പറഞ്ഞ വാചകം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന 11ഓളം വരുന്ന ഇടക്കാല ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവായിട്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ അന്വേഷണം ശക്തമായ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് SIT-യിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഈ SIT-യെ കൊണ്ടൊന്നും പറ്റില്ല എന്ന രൂപത്തിലാണ്. കേരളത്തിൽ 1.5 ആഴ്ചയോളമാണ് ബഹുമാനപ്പെട്ട നിയമസഭ ഇവർ സ്തംഭിപ്പിച്ചത്. ആ സ്തംഭിപ്പിക്കുമ്പോൾ SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, SIT പോരാ, CBI അല്ലെങ്കിൽ NIA അന്വേഷണം വേണം, CBI അന്വേഷണം വേണം, കേന്ദ്ര അന്വേഷണ ഏജൻസി വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനുശേഷം SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. 11 തവണ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന മോണിറ്റർ ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് കണ്ടാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതെല്ലാം വി ആർ സാറ്റിസ്ഫൈഡ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇതിന് മോണിറ്റർ ചെയ്യുന്ന ബെഞ്ച് ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കാണിച്ചിട്ടില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചുണ്ട്. ആ ബെഞ്ച്, ആ ജാമ്യാപേക്ഷ എന്ന് പറഞ്ഞാൽ പ്രതിയുടെ ജാമ്യാപേക്ഷയാണ്. പ്രതി പറയുന്ന വാദങ്ങളാണ് അതിൽ മുഖ്യധാര കോടതി പരിഗണിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദവും കേൾക്കും. അപ്പൊ രണ്ടു കൂട്ടരുടെയും വാദം കേൾക്കുന്ന അവസരത്തിൽ പല മോണിറ്റർ ചെയ്യുന്ന SIT അന്വേഷണത്തിൽ അദ്ദേഹത്തിന് പരാതികളില്ല എന്നാണ് പറഞ്ഞത്. കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം, ഇതിന്റെ ഇന്റർനാഷണൽ റാമിനിഫിക്കേഷൻസ് പരിഗണിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ SIT-യെ നിഴലിൽ നിർത്തുന്നില്ല. എന്റെ ചോദ്യം, SIT ഇപ്പൊ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ SIT-യാണ് 3 CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, റിമാൻഡിലാണ് അവർ. 4ാമത്തേത് ആര്? മുൻ ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരാം. എന്നാൽ ഈ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല പല ഘട്ടത്തിലും കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്ത ആളാണല്ലോ. AI ക്യാമറയും ജലമെട്രോയും ഒക്കെ വന്നപ്പോൾ അഴിമതിയാണെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഒരുമിച്ച് തോളത്ത് കൈയിട്ട് പോകുന്ന ഒരു അസുലഭമായിട്ടുള്ള മുഹൂർത്തം വരെ നമ്മൾ കണ്ടു. ഏത്? ജോയിന്റ് പെറ്റീഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കാൻ. എന്തുകൊണ്ട് ഈ ദേവസ്വം ബെഞ്ചിൽ ഒരു ഹർജി കൊടുത്ത് ഇപ്പോഴുള്ള SIT-യേക്കാൾ നല്ലത് CBI ആണ്, അത് ഈ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു CBI വേണം എന്ന് ആവശ്യപ്പെടാത്തത്? ഏതായാലും കേരളത്തിലെ ഗവൺമെന്റിന് ഈ SIT വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ SIT വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് അംഗീകരിച്ചു. ദേവസ്വത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായി അന്വേഷണം കൃത്യമായി സാറ്റിസ്ഫാക്ഷൻ എന്ന് ഓരോ ഉത്തരവിലും രേഖപ്പെടുത്തി പോകുമ്പോൾ ഇത് വേണ്ട, വേറൊരു അന്വേഷണ ഏജൻസി വേണമെന്ന് പറയാൻ ഗവൺമെന്റിന് പറ്റില്ല, ദേവസ്വം ബോർഡിന് പറ്റില്ല. പിന്നെ പറ്റുന്നയാൾ എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമാണ്. അവർ മാധ്യമങ്ങളോട് പറയുന്ന ഈ ധൈര്യം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കാണിക്കാത്തത് എന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കണമായിരുന്നു. അപ്പൊ ഒരുമിച്ച് ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചോദിച്ചേനെ. എനിക്ക് അതിനുള്ള അവസരമില്ല. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ഏതായാലും മൊഴി രേഖപ്പെടുത്തി സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നതാണ് താങ്കൾ ഇൻട്രോയിൽ അടക്കം പറഞ്ഞത്. ചില മാധ്യമങ്ങൾ ചോദ്യം ചെയ്തു. കാരണം ഏതു വാചകവും ഉപയോഗിക്കാം. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികളായി വരുന്നവരെയും ആ കേസുമായിട്ട് വിവരങ്ങൾ ചോദിച്ചറിയാൻ ആരോട് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് മുൻ മന്ത്രിയാകാം, ചിലപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാകാം. ഒറ്റക്കാര്യം ഞാൻ പറയാം, ഈ കേസ് ഇത്തരത്തിൽ അന്വേഷിക്കണം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, ആ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ചെയർമാൻ, പ്രസിഡന്റ് എന്ന രൂപത്തിലാണ് പ്രശാന്തിനെ ആ സാഹചര്യങ്ങൾ ചോദിച്ചറിയാൻ ഇന്ന് ചോദ്യം ചോദിച്ചത്. അദ്ദേഹം കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തു. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് രേഖപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കുന്നത് 1 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തത്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് പൂർത്തീകരിക്കാൻ വീണ്ടും അവസരങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ആ സമയത്ത് മന്ത്രിയാണ്. ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തെളിവ് ഇതുവരെ പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി 11 ഇടക്കാല ഉത്തരവ് ഇറക്കി. ആ ഉത്തരവിൽ ഏതെങ്കിലും തരത്തിൽ ഈ കടകംപള്ളി സുരേന്ദ്രനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരാമർശം
സീൽഡ് കവറിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തതായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. ആകെയുള്ളത് എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇവിടെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു ഇതര സംസ്ഥാന കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞു. അതിലൊരു ഡിഫാമേഷൻ കേസ് ഒക്ടോബർ മാസം 15-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് പെൻഡിംഗ് ഉണ്ട്. 8 സിറ്റിംഗ് കഴിഞ്ഞു. ഇതുവരെ ഈ ഡിഫാമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും ഒരു രേഖയും ആ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇതുവരെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടോ അതുപോലെ പ്രശാന്തുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംശയം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ് താങ്കൾ ചോദിക്കുന്നത് അടുത്ത പ്രതിയായി വരുമോ എന്ന്. ഇതൊക്കെ കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. അല്ല, ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിൽ വരാം. പക്ഷെ ആര് പ്രതിയാകും ആര് പ്രതിയാവില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഉറപ്പോ ബോധ്യമോ ഒന്നും നമുക്കില്ലല്ലോ. അന്വേഷിക്കുന്ന ഏജൻസി അല്ലേ ആരെ പ്രതി ചേർക്കണം, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അത് ആർക്കും പറ്റില്ല. ഞാൻ അദ്ദേഹം പ്രതിയാകുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രതിയാകുമോ എന്നുള്ളതാണ്. അടുത്തതായിട്ട് ആര് വരും എന്നുള്ളതാണ്. എനിക്കിപ്പോ അദ്ദേഹം പ്രതിയാവണമെന്ന് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പ്രതിയാകുമോ എന്ന് എനിക്ക് അറിയയില്ല. പക്ഷെ പ്രതിയാവില്ല എന്നുള്ള ഉറപ്പൊന്നും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആര് പ്രതിയാണ് ആര് പ്രതിയല്ല നമ്മളങ്ങ് തീരുമാനിച്ചാൽ പോരെ. അപ്പൊ അത് പറ്റില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം.